നമസ്കാരം. സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായി ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരുപാട് വേദനകൾ സഹിച്ച ഗായികയാണ് അമൃത സുരേഷ്. എന്നാൽ ഏതൊരു വേദനയും മറക്കാൻ കഴിയുന്ന നല്ലൊരു റെമഡി ഏതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അമൃത സുരേഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ വിമർശിക്കപ്പെട്ടുള്ള ഒരു ഗായികയാണ് അമൃത സുരേഷ്. ഒരിടയ്ക്ക് സൈബർ അറ്റാക്ക് കൈവിട്ട രീതിയിലേക്ക് പോയപ്പോഴാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് അമൃതയ്ക്ക് തുറന്ന് സംസാരിക്കേണ്ടതായി വന്നത്. എന്നാൽ അതെല്ലാം മറന്ന് തന്റേതായ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുകയാണ് ഇപ്പോൾ ഗായിക. മകളും അമ്മയും അനിയത്തിയും അടങ്ങുന്ന തന്റെ കുടുംബത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. മ്യൂസിക് ഷോകളും സ്റ്റേജ് പരിപാടികളുമൊക്കെയായി അമൃത തിരക്കിലാണ്. പുതിയ ഓഫീസ് റൂം ആരംഭിച്ച് കുറച്ചുകൂടി പ്രൊഫഷണലായി കാര്യങ്ങൾ നീക്കുന്ന തിരക്കിലാണ് താരം. വേറിട്ട ആലാപന ശൈലിയുമായി മുന്നേറുകയാണ് അമൃത. സംഗീതത്തിൽ ഭാവിയുണ്ടെന്ന് എല്ലാവരും അമൃതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പാട്ടിനെയും കൂടെ കൂട്ടിയാണ് ഗായിക മുന്നേറുന്നത്. പ്രണയവിവാഹവും വിവാഹമോചനവും സൈബർ ബുള്ളിങ്ങും ഒക്കെയായി അമൃത ഇടക്കാലത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. മകളായ പാപ്പു എന്ന അവന്തികയെയും ചിലർ വിമർശിച്ചിരുന്നു. അടുത്തിടെ താൻ കണ്ടും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് അവന്തിക തുറന്നു പറഞ്ഞിരുന്നു. വീഡിയോ വൈറലായതോടെയായിരുന്നു ഒരു വിഭാഗം അവന്തികയ്ക്കെതിരെ തിരിഞ്ഞത്. വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയാനായി അവൾ സ്വയം തീരുമാനിച്ചതാണ്. താൻ നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ വന്നതെന്നായിരുന്നു അമൃത വിശദീകരിച്ചത്. ചെറുപ്രായത്തിലെ സംഭവങ്ങൾ ആ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് പറഞ്ഞതെന്നായിരുന്നു പ്രിയപ്പെട്ടവർ പറഞ്ഞത്. വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം പ്രിയപ്പെട്ടവർ അമൃതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ വരെ പഴി കേൾക്കേണ്ടി വന്നിരുന്നു ഗായികയ്ക്ക്. ഗത്യന്തരമില്ലാതെ വന്നപ്പോഴായിരുന്നു വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അമൃത തുറന്നു പറഞ്ഞത്. മകളുടെ സന്തോഷം ഏറെ പ്രിയപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ജീവിക്കുന്നതെന്ന് അഭിരാമിയും പറഞ്ഞിരുന്നു. അമൃതയും അവന്തികയെയും പിന്തുണച്ച് ആരാധകരും എത്തിയിരുന്നു. എന്ത് പ്രശ്നം വന്നാലും സ്റ്റേജിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. അങ്ങനെ അല്ലാതെ വന്നത് അച്ഛന്റെ മരണശേഷമുള്ള പെർഫോമൻസ് ആയിരുന്നു എന്ന് അമൃത പറഞ്ഞിരുന്നു. എന്നും പാട്ടുമായി മുന്നേറാനാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ സമയത്ത് പ്രോഗ്രാം ചെയ്തതെന്ന് അമൃത വിശദീകരിച്ചിരുന്നു. വേദിയിൽ ചിൽ ചെയ്യാറുണ്ട് എന്നത് ശരിയാണ്. സ്റ്റേജിലെത്തിയാൽ നമുക്ക് അടങ്ങി നിൽക്കാനാവില്ല. മേക്കപ്പ് ഒക്കെ ഇടാതെ പോവാനും കഴിയില്ല. അതിനിടയിൽ നല്ല ചിത്രങ്ങളും എടുക്കാറുണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നത്. കാണുന്നവർ വിചാരിക്കുന്നത് അച്ഛൻ മരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിനിടയിൽ അമൃത ട്രിപ്പ് പോയെന്നാണ്. ആ സമയത്തും പരിപാടി ചെയ്തതിന് പിന്നിലെ കാരണം ആരും മനസ്സിലാക്കുന്നില്ലെന്നായിരുന്നു അമൃത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സ്റ്റേജിൽ നിന്നും നല്ല അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സ് നിറയും. അത്തരമൊരു അനുഭവത്തെക്കുറിച്ചാണ് അമൃത വാചാലയായിട്ടുള്ളത്. ഓ യൂണിവേഴ്സ്, ഈ സന്തോഷത്തിന് നന്ദിയെന്നുമായിരുന്നു അമൃത കുറിച്ചത്. കണ്ണാൻതുമ്പി എന്ന ഗാനം പാടുമ്പോൾ സദസ്സും അമൃതയ്ക്കൊപ്പം പാടുകയായിരുന്നു. പാടുന്നതിന്റെ വീഡിയോയും അമൃത പങ്കുവച്ചിരുന്നു. എന്ത് രസമാണ് നിങ്ങൾ പാടുന്നത് കേൾക്കാനെന്നായിരുന്നു അമൃത പറഞ്ഞത്. അമൃത ഒരു വരി തുടങ്ങുമ്പോൾ അത് മുഴുമിപ്പിക്കുന്നത് ഓഡിയൻസ് ആയിരുന്നു. ഒരു ഓർമ്മയും കൂടെ ആവാമെന്ന് പറഞ്ഞ് വീണ്ടും പാട്ട് പാടുകയായിരുന്നു അമൃത. എന്നും സന്തോഷത്തോടെ ഇരിക്കൂ, ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ, നിങ്ങളെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം തുടങ്ങിയ നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത്.